ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഇച്ചിരി കൃഷിപ്പണിക്കിറങ്ങാം. നമ്മുടെ ഈ എല്ലുപൊടിയില്ലേ, എല്ലുപൊടി ഇത് ഓൺലൈനിൽ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ആ എല്ലുപൊടിയൊക്കെ ഇട്ട് നമുക്കൊരു കൃഷിക്കിറങ്ങാം. ഇത് നമ്മുടെ വേപ്പും പിണ്ണാക്ക്, തേക്കൊന്നുമല്ല, നമ്മുടെ വേപ്പും പിണ്ണാക്ക്. ഈ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ആണ് ചെടിയുടെ ആഹാരം. ഇച്ചിരി കടലപ്പിണ്ണാക്ക് വിട്ടാൽ നല്ലതാണ്. കടലപ്പിണ്ണാക്ക് എനിക്ക് കിട്ടിയില്ല. ഈ എല്ലുപൊടി വാങ്ങിക്കുമ്പം ഈ നല്ലത് വാങ്ങണം. നല്ലതെന്ന് പറഞ്ഞാൽ അതിൽ അവർ എഴുതിയിട്ടുണ്ട് സ്റ്റീംഡ് പോകണമെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കന്നുകാലികളുടെയൊക്കെ എല്ലല്ലേ, അതിലൊക്കെ ബാക്ടീരിയാസൊക്കെ കളഞ്ഞിട്ട് നശിച്ചു പോകും. അപ്പോൾ ഇത് ആവി പുഴുങ്ങുമ്പോൾ ആ ബാക്ടീരിയ ഒക്കെ നശിക്കുമെന്നാണ് ഒരു വിശ്വാസം. അതുകൊണ്ട് എപ്പോഴും വാങ്ങുമ്പോൾ സ്റ്റീംഡ് ബോൺ മീൽ എന്നുള്ളത് വാങ്ങിക്കണം. അപ്പോൾ അണുക്കളൊന്നും ഇല്ലെന്ന് നമുക്കങ്ങ് വിശ്വസിക്കാം. ഇതിന് വലിയ വിലയൊന്നുമില്ല. കിലോ 30 രൂപ 35 രൂപ എന്നൊക്കെ നേഴ്സറികൾ കിട്ടും, വളക്കടയിൽ കിട്ടും, എല്ലായിടത്തും കിട്ടും. ഞാൻ പോകാൻ വയ്യാത്തവനങ്ങ് ഓൺലൈനിൽ വാങ്ങിച്ചു. അത് നമ്മുടെ ഈ ചെടികളൊക്കെ ഒന്ന്, ചെടിയുടെ സൈഡൊക്കെ ഒന്ന് മാന്തിയിട്ട് വേര് പോവാതെ തൊട്ട് അടുത്തുള്ള ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട്. ഇത് നമ്മുടെ മൂലി, റാഡീഷ്, മുള്ളങ്കി, ക്യാരറ്റ് പോലെ വെളുത്തിരിക്കുന്ന സാധനം മുള്ളങ്കി. അതെ, ഇത് പൂച്ചെടികളുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. കുക്കുംബറുണ്ട്. അതിൻ്റെയൊക്കെ സൈഡ് ചെറുതായിട്ടൊന്ന് മാന്തിയിട്ട് നമുക്കിതിട്ട് കൊടുക്കാം. ഇത് കരിമ്പ് നട്ടേക്കുക. കരിമ്പ് കൊണ്ട് അതിനകത്തൊരു പയറുമുണ്ട്. അതെല്ലാം ചെടികളൊക്കെ വരുന്നതേ ഉള്ളൂ, വലുതായിട്ടായില്ല. ഇപ്പോഴാണ് ഞാൻ വെച്ചത്. എല്ലാം ഓരോന്നും അങ്ങോട്ട് വന്നു വരുന്നേ ഉള്ളൂ. 10 മണിയും പൂച്ചെടികളും കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ 10 മണി റോസ്, ബഡ് റോസ്, മണി പ്ലാന്റ്, അങ്ങനെ ഓരോന്നും വെച്ചേക്കല്ല. ഇത് നമ്മുടെ പുതിന, ചുമ്മാ പുതിന വാങ്ങിച്ചതിന് തണ്ട് കുഴിച്ച് വെച്ചത് അത്രയും വന്നു. എല്ലാത്തിൻ്റെയും സൈഡ് ചെറുതായിട്ടൊന്ന് തുരന്നൊന്ന് സൈഡൊന്ന് മാന്തി കൊടുത്തിട്ട് വേര് പോവാറ് സൈഡ്. കുറേ തക്കാളിയുണ്ട്, തക്കാളിക്കൊക്കെ വരുന്നുണ്ട്. തക്കാളിയൊക്കെ പൂത്ത് വരാൻ തുടങ്ങി. അപ്പോൾ ഇതിനെന്തെങ്കിലും ആഹാരം കൊടുക്കണ്ട. ഇതുവരെ ആഹാരം ഒന്നും കൊടുത്തിട്ടില്ല. ഇതുവരെ വെറും മണ്ണിനകത്തുള്ള ആഹാരം കൊണ്ട് അത് ജീവിക്കും. അപ്പോൾ അതിനെന്തെങ്കിലും കൊടുക്കണമെന്ന് നമുക്ക് ഒന്ന് തോന്നൽ, അതിനെ ഇതൊക്കെ വാങ്ങിച്ച്. അപ്പോൾ ഈ സൈഡിൽ കുക്കുംബറും പൂ വന്ന് വരാൻ തുടങ്ങി. അതിനെ ഇനിയും പടർത്തണം, എങ്ങോട്ടെങ്കിലും പടർത്തി വിടണം. എന്നാലും കുക്കുംബർ കായ്ക്കത്ത്. ഒന്നീ വള്ളി കെട്ടി കൊടുക്കണം, അല്ലെ താഴെ കൂടെ പടർത്തണം. നമുക്ക് സ്ഥലമില്ലാത്ത ഈ പ്രശ്നം. ഇത് നമ്മുടെ ആലോവേര. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് ചൂട് തുരന്ന് ഇച്ചിരി ചെയ്തിട്ട് കൊടുത്ത് ഒന്ന് നനച്ച് കൊടുത്താൽ അവരൊന്ന് കുറച്ച് നാളൊക്കെ ഒന്ന് ജീവിച്ചെന്ത് വരും. ഇത് അമരപ്പയറിൻ്റെ വിത ഇട്ടതാണ്. ഇതൊരു നാരകം. അതൊരു വലിയ ഗ്രോ ബാഗിനകത്താണ് വെച്ചേക്കുന്നത്. നാരകമാണോ ഓറഞ്ചാണോന്ന് അറിയത്തില്ല. ഒരു വലിയ ഗ്രോ ബാഗിനകത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഇച്ചിരിച്ച വളമൊക്കെ കൊടുത്താൽ ഇവന്മാരെയൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്താം. സൈഡ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മണ്ണൊന്ന് നീക്കി കൊടുത്തിട്ട് നമുക്ക് ഈ വളമിടാം. ആദ്യം നമുക്ക് ഈ എല്ലുപൊടി, അത് 1 സ്പൂണ് മതി. ഒരു ചെടിക്ക് 1 സ്പൂണ് മതി. ഒരു സ്പൂൺ എല്ലുപൊടി, 1 സ്പൂൺ എല്ലുപൊടി ഇട്ടിട്ട് ആ സൈഡ് അല്ലോട്ട് ഇട്ടിട്ട് നിരത്തി വേണേലും ഇടാം, ഫുള്ള് റൗണ്ട് വേണേലും ഇടാം. എന്നിട്ട് അവിടോട്ട് നമുക്ക് അതിൻ്റെ പുറത്തോട്ട് തന്നെ ആ നീം കേക്ക്, വേപ്പും പിണ്ണാക്ക് വഴി ഉറുമ്പ് വരും. ഈ എല്ല് തിന്നാൻ വേണ്ടി ഉറുമ്പും പൂച്ചയും ഒക്കെ വരും. അതിന് വേണ്ടി അതിൻ്റെ പുറത്ത് ഈ വേപ്പും പിണ്ണാക്ക് വിട്ടേച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. മണ്ണിട്ട് മൂടിയിടാം. അങ്ങനെ എല്ലാ ചെടിക്കും ഈ വലുതിനൊക്കെ 1 സ്പൂൺ, ചെറുതിനൊക്കെ ഇച്ചിരി മതി. 1/4 സ്പൂണ്, 1/2 സ്പൂണ്, അതതിൻ്റെ വിശപ്പനുസരിച്ച് അങ്ങനെ ഇടാം. എന്നിട്ട് നമുക്കിതെല്ലാത്തിനും ഇട്ട് കഴിഞ്ഞ് എല്ലാ ചെടിക്കും ഇച്ചിരി കൊടുത്തിട്ട് ആ നാരകമാണ്. ആ നാരകത്തിന് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഇടാം. അതിന് ഒരു വലിയ 1 സ്പൂൺ നിറച്ചിട്ടിട്ട് അതിൻ്റെ പുറത്ത് തന്നെ ആ വേപ്പും പിണ്ണാക്കിട്ട് അത് മൂടാം. ഒരു 3-4 മാസം, ഇനി ഒരു 3-4 മാസം ഒന്നും ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്കിതിനെ നനച്ച് കൊടുക്കാം. ഇത് കിച്ചണിലെ വെള്ളമാണ്. കിച്ചണിലെ വെള്ളം മാത്രമാണ്. മുട്ടത്തോടും ഉള്ളിത്തോടും പച്ചക്കറി കഴുകുന്നതും ചായയുടെയും ഇനി കിച്ചണിലെ വേസ്റ്റ് മാത്രമാണ്. അതിട്ട് നനച്ച് കൊടുക്കുക. ഈ കിച്ചണിലെ വേസ്റ്റ് വെള്ളം മാത്രം മതി. വേറെ ഒരു വെള്ളം പോലും വേറെ വേണ്ട. ഈ വേസ്റ്റ് വെള്ളം ആവശ്യം 2-3 ബക്കറ്റ് ദിവസം കിട്ടും. അത് ധാരാളം ഈ ചെടിക്കെല്ലാം നനച്ച് കൊടുക്കാനുണ്ട്. കിച്ചണിൽ നിന്ന് കിട്ടുന്ന വെള്ളം മാത്രമാണ്. മുട്ടത്തോടെ, ഉള്ളിത്തോടെ, വെളുത്തുള്ളിയുടെ തോല്, പച്ചക്കറിയൊക്കെ കഴുകുന്ന വെള്ളം.